മലയാള സിനിമയിലെ സൂപ്പർ താര പരിവേഷമുള്ള നടിമാരാണ് മഞ്ജു വാര്യർ, ശോഭന, മമത മോഹൻദാസ് തുടങ്ങിയവർ. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണവും മഞ്ജു വാര്യർക്കുണ്ട്. ജനപ്രീതിയിൽ മുന്നിൽ മലയാളി നായികമാരുടെ പട്ടികയിൽ ദീർഘകാലമായി മുന്നിൽ നിന്നിരുന്നതും മഞ്ജുവായിരുന്നു. ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടിരുന്ന ലിസ്റ്റിലായിരുന്നു അവർ ആധിപത്യം പുലർത്തിയിരുന്നത്. പൊതുവെ ഇത്തരം സർവേകളിൽ വിനോദമാധ്യമങ്ങൾ റഫർ ചെയ്യുന്നത് ഓർമാക്സ് മീഡിയയാണ്. എന്നാൽ ഓർമാക്സ് മീഡിയയുടെ മെയ് മാസത്തെ ലിസ്റ്റിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മഞ്ജു വാര്യർക്ക് 1-ാം സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. മറ്റൊരു യുവനടിയാണ് ഈ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. മഞ്ജുവിനെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മമിത ബൈജുവാണ്. പ്രേമലു എന്ന ചിത്രത്തിലൂടെ ദക്ഷിണേന്ത്യ ആകെ അറിയുന്ന നടിയായി മമിത മാറിയിരുന്നു. സാക്ഷാൽ SS രാജമൗലി അടക്കം മമിതയെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രേമലു തെലുങ്ക് സിനിമയിൽ അടക്കം വലിയ വിജയമായിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്ന് 130 കോടിയിലേറെയാണ് ചെറിയ ബജറ്റിലൊരുങ്ങിയ പ്രേമലു സ്വന്തമാക്കിയത്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് താരമൂല്യത്തിൽ മമിത ബൈജു 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. സൂപ്പർ ശരണിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മമിത ചിത്രത്തിൽ സഹനടി വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. അതിലെ സോന എന്ന കഥാപാത്രം പക്ഷേ മമിതയെ ജനപ്രീതി നേടാൻ സഹായിച്ചു. പ്രേമലുവിന്റെ വൻ വിജയത്തിന് പിന്നാലെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമെല്ലാം മമിതയെ തേടി ഓഫറുകളും വന്നിരുന്നു. ലവ് ടുഡേയിലെ നായകനായ പ്രദീപിനൊപ്പം ഒരു ചിത്രത്തിലും നടി അഭിനയിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 2-ാം സ്ഥാനത്തായിരുന്നു താരങ്ങളുടെ പട്ടികയിൽ മമിതയെന്ന് ഓർമാക്സ് പറയുന്നു. അവിടെ നിന്ന് താരമൂല്യം പിന്നെയും ഉയർത്തിയാണ് മമിത ഇപ്പോൾ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ആദ്യമായി നായികാസ്ഥാനം കിട്ടിയപ്പോൾ അതിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചതാണ് മമിതയുടെ താരമൂല്യം ഉയരാൻ കാരണമായത്. ഇത് ആദ്യമായിട്ടാണ് പട്ടികയിൽ മമിത 1-ാമതെത്തുന്നത്. അതേസമയം മഞ്ജു വാര്യർക്ക് സമീപകാലത്ത് വലിയ ഹിറ്റുകളോ റിലീസുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. അജിത്തിനൊപ്പമുള്ള തുനിവാണ് മഞ്ജുവിൻ്റെതായി തിയേറ്ററിൽ റിലീസ് ചെയ്ത അവസാന ചിത്രം. രജനികാന്തിനൊപ്പം വേട്ടയനടക്കമുള്ള ചിത്രങ്ങൾ ഇനി വരാനുണ്ട്. അതുകൊണ്ട് 1-ാം സ്ഥാനം മഞ്ജു തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പാണ്. മഞ്ജു നിലവിൽ 2-ാം സ്ഥാനത്താണ്. ശോഭന 3-ാം സ്ഥാനം നിലനിർത്തി. മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിന്റെ പ്രഖ്യാപനമാണ് ശോഭനയെ വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവന്നത്. 4-ാം സ്ഥാനത്ത് അനശ്വര രാജനാണ്. 5-ാം സ്ഥാനത്തുള്ളത് ഐശ്വര്യ ലക്ഷ്മി.